ഇന്ന് ഞാനൊരു ചെറിയ വാക്കിനിറങ്ങിയതാണ്. ഇന്ന് നല്ല അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നല്ല ക്ലൈമറ്റ്, 90 ഡിഗ്രി ഉണ്ട്. നമ്മുടെ സമ്മർ ഡേയുടെ ഫസ്റ്റ് ഡേ ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇത് ഫിഡിൽ എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാവരും പൊതുവേ ഒന്ന് നടക്കാനിറങ്ങുന്നത്, ഇരിക്കാനിറങ്ങുന്നത്, നമുക്കിവിടെ സൺസെറ്റ് കാണാം, സൺറൈസ് കാണാം. അപ്പം വളരെ എൻ്റെ ബാക്കിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും സൺസെറ്റ് ഇപ്പം നടക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇറ്റ്സ് 8:43, അതായത് 9 മണി ആവാറായിട്ട് പോലും ഇപ്പോഴും നല്ല നമ്മുടെ സൺസെറ്റ് നമ്മുടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിലിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഞാൻ ഓൾറെഡി ഇന്ന് പുറത്ത് പോയി, സോ ഇറങ്ങിക്കൂടാ, അല്ലെങ്കിൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാം. നമ്മൾ ഇവിടെ ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തു, ഞാനിവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. പക്ഷേ അതില്ലെങ്കിലും നമുക്ക് ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. 2 ഫ്രണ്ട്സിനെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ മിസ് ചെയ്യും. എനിവേയ്സ്, ഞാൻ കുറച്ച് നേരം അവിടെ പോയിരുന്നു. കുറച്ച് നേരം നമ്മുടെ സൺസെറ്റൊക്കെ എൻജോയ് ചെയ്തു. സൺസെറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഞാനിവിടെ വന്നു. അതുകൊണ്ട് പ്രോപ്പറായിട്ട് എനിക്ക് ആ ഒരു പിങ്കിഷ് അല്ലെങ്കിൽ ഒരു റെഡ് എന്നല്ല, ഇവിടെ സാധാരണ പിങ്ക് കളറാണ്. സോ ആ പിങ്കിഷ് എനിക്ക് കാണാൻ പറ്റി. ഇപ്പോൾ ഞാനൊരു വലിയൊരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. മെയിൻ റോഡിലെത്തി. അപ്പോൾ ഇത് നല്ലൊരു ടൈം ആയതുകൊണ്ട് തന്നെ കൂടുതൽ കപ്പിൾസാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. എനിവേ, ഇറ്റ്സ് അമേസിങ്. ഇതാണ് അപ്പർ പോർഷനിൽ നിന്നുള്ള വ്യൂ. ആൻഡ് ഈ ട്രീസ് ഭയങ്കര ഭംഗിയാട്ടോ. ഞാൻ സമ്മർ വരുമ്പോൾ പ്രോപ്പർലി ഇതിലെല്ലാം ലീഫ് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു 5 മിനിറ്റ്സ് മാത്രമേ എൻ്റെ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്കുള്ളൂ. സോ മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. അതായത് ഇപ്പോൾ എനിക്കൊരു ഈവനിങ് വാക്ക് പോകണം, അല്ലെങ്കിൽ ഞാൻ പൊതുവേ വാക്കിങ്ങിന് പോകാറുണ്ട്. സോ എനിക്ക് എപ്പോഴും മോർണിംഗ് ഇഷ്ടമല്ല. ഐ മീൻ, മോർണിംഗ് വാക്കിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈവനിങ് വാക്കാണ്. സോ സാധാരണ ഒരു 8 to 9 ഞാൻ ഈവനിങ് വാക്ക് പോകും. സമയത്ത് ഭയങ്കര കുറച്ച് എനർജറ്റിക് ആയിട്ട്, അത് കഴിഞ്ഞ് ഞാൻ ടയേർഡായിട്ട് വന്ന് കിടന്ന് ഉറങ്ങാമല്ലോ എന്നുള്ള സ്കീമാണ്. ഇന്ന് പക്ഷേ ഭയങ്കര ക്രൗഡഡ് ആണ്. ഞാൻ ജസ്റ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ വന്നത്. ഓക്കെ, അപ്പോൾ റീസെൻ്റ്ലി ഞാൻ പോസ്റ്റ് ഇട്ട സമയത്ത് എൻ്റെ ഒരു വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വന്നിരുന്നു. എൻ്റെ നെയിം നല്ലതാണ്, വൺ ഓഫ് യു എന്നുള്ളൊരു നെയിം നല്ല നെയിമാണ്. പക്ഷേ ആർ യു കനേഡിയൻ, അല്ലെങ്കിൽ കനേഡിയയിലാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ 2 ലാംഗ്വേജ്, അതായത് ഇവിടുത്തെ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫ്രഞ്ച്, എന്തുകൊണ്ട് ആ ലാംഗ്വേജ് സംസാരിക്കുന്നില്ല? പിന്നെ എന്തിന് നിങ്ങൾ വൺ ഓഫ് യു എന്നിട്ടേക്കുന്നു എന്ന് ചോദിച്ചു. ആക്ച്വലി വൺ ഓഫ് യു എന്ന് പറയുന്നത് നമ്മളിലൊരാൾ, അത് ഈ ലോകത്ത് ഇത്രയും ജനങ്ങൾക്കിടയിൽ നമ്മളിലൊരാൾ എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതല്ലാതെ ഞാൻ കനേഡിയൻ എന്നൊരിടത്തും സ്പെസിഫൈ ചെയ്തിട്ടില്ല. നമ്മുടെ ഇവിടെ ഭയങ്കരമായിട്ട് നാട്ടുകാരുടെ ഇടയിൽ, അല്ലെങ്കിൽ നാട്ടുകാർക്ക് നല്ല ഹേറ്റ്രിഡ് ഉണ്ട്. ഓക്കെ, നല്ല അത്. പക്ഷെ നമ്മൾ നൈസ ഒഴിവാക്കുക, അതിൽ കൂടുതൽ നമ്മൾ അടി കൂടാതെ നൈസ ഒഴിവാക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഞാനത് നൈസായിട്ട് ഐ എം സോ സോറി, ഞാൻ എവിടെയും ഞാനൊരു കനേഡിയൻ ആണെന്ന് പറഞ്ഞിട്ടില്ല. അതായത് വൺ ഓഫ് യു എന്ന് പറയുന്നത് ഇത്രയും ആളുകളുള്ള സ്ഥലത്ത് ഞാൻ നിങ്ങളിലൊരാൾ, അത് ചിലപ്പോൾ കനേഡിയൻ ആവാം, അല്ലെങ്കിൽ അത് ഏത് രാജ്യക്കാരും ആവാം, നിങ്ങളിൽ ഒരാൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് പുള്ളിക്ക് പറഞ്ഞു. പുള്ളി അപ്പോഴും പറയുന്നു, നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് വന്നിട്ട് നിങ്ങൾ ദിവാലി ആഘോഷിക്കുന്നു, ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്. സത്യമാണ് കേട്ടോ. അതായത് ആസ് എ ഇന്ത്യൻ എന്നുള്ള രീതിയിൽ ഞാൻ ഈ രാജ്യത്തേക്ക് വരുമ്പോൾ, അറ്റ്ലീസ്റ്റ് നമ്മുടെ രാജ്യത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് വേറൊരു രാജ്യക്കാരെ ഭരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കോഴ്സ് നമുക്ക് ഇഷ്ടപ്പെടില്ല. അതുപോലെ തന്നെയാണ് ഏതൊരു രാജ്യത്തുള്ള ഒരു സ്ഥലത്തും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഇവിടുത്തെ കൾച്ചറുമായിട്ട് സെറ്റ് ചെയ്ത് പോവുക. അതല്ലാതെ നമ്മുടെ സിസ്റ്റം കൊണ്ടുവന്നിട്ട് ഇവിടെ ആഘോഷിച്ച് ഇവിടെ അവരെ ശല്യം ചെയ്ത് അവർക്ക് ബുദ്ധിമുട്ടാക്കി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അവർ പ്രതികരിക്കും. ആൻഡ് സോ
എനിവൺ ലൈക്ക് നിങ്ങൾ ഒരു രാജ്യത്തേക്ക് വരുവാണെങ്കിൽ അവിടുത്തെ കൾച്ചർ, നിങ്ങൾക്ക് കൾച്ചർ ഉണ്ടാവാം, നിങ്ങളുടെ രാജ്യത്തിൻ്റെ കൾച്ചർ നിങ്ങൾക്ക് മൾട്ടി കൾച്ചേർഡ് രാജ്യമാണ്, പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഇത് അവരുടെ രാജ്യമാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് റെസ്പെക്റ്റ് ചെയ്യണം. കാരണം ഞാനിപ്പോൾ ആകെപ്പാടെ ഒരു 4 വീഡിയോ ഒന്നും ഇട്ടിട്ടുള്ളൂ. അതിൻ്റെ ഇടയിലാണ് ഒരു കമൻ്റായിട്ട് എനിക്ക് വന്നത് ഞാൻ സംസാരിക്കുന്ന ഭാഷയെപ്പറ്റി. പക്ഷേ ആ കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തു. ഞാൻ അവർക്ക് റിപ്ലൈ കൊടുത്തു, കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തു. വേറൊന്നും കൊണ്ടല്ല, എനിക്കതൊരു തർക്കമായിട്ടോ അല്ലെങ്കിൽ എനിക്കറിയാം എന്തുകൊണ്ട് അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് നല്ല രീതിയിൽ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ നമ്മളെ കൊണ്ട് കഴിയൂ. അതല്ലാതെ അതിനെപ്പറ്റി തർക്കിച്ച് നിൽക്കാനൊന്നും നമുക്ക് തർക്കിച്ചിട്ട് കാര്യമില്ല. അതാണ് സത്യം. സോ എനിവേ ഞാനത് പറയണം എന്ന് വിചാരിച്ചല്ല, പക്ഷേ ഇന്ന് റാൻഡമായിട്ട് ആ ടോപ്പിക്ക് വന്നതുകൊണ്ടാണ്. എനിവേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, പ്ലീസ് ലൈക്ക് മൈ videos and bye.